ഞാൻ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. കോവിഡ് ഇൻഫെക്റ്റഡ് പേഴ്സൺസ് ഫൗണ്ട് ടുഡേ ഫ്രം ദ സൊസൈറ്റി ഇൻ ശ്രീലങ്ക ആഫ്റ്റർ 3 months. എന്താണ് ഈ ഗുണം മനസ്സിലായത്? അപ്പോൾ നമ്മുടെ ശ്രീലങ്കയിലെ ഫ്രണ്ടാണ് പറയുന്നത്, രശ്വിൻ ഇസ്മത്ത്. I couldn't make out what he has said. Anyway, I think Sri Lanka had done wonderfully well in this. I cannot explain how. Maybe it is because of an island. When Lakshadweep also had 0 cases, so that may be the reason. Because of the island, they can definitely control the people coming in and coming out, and we can reduce the spread. Even Kerala could do it in the April and first half of May. So that was Sri Lankan friend is saying. I think they had a local case after 3 months, what they say. In Sri Lanka, they had a local case. This is the thing about this virus. You will think that it's an island and how can the virus survive? There will be some hidden transmission going on, and slowly this will come out. That's why this virus is very, very difficult to control. Is there any possibility of predicting the long-term effect of COVID in infants and toddlers? കുട്ടികളിൽ 2 വയസ്സിന് മുകളിൽ ഉള്ള കുട്ടികളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, എന്നാലും ഉണ്ട്. ഒരു പൂർവ്വമായിട്ട് ചിലർക്ക് ഒരു ഇമ്മ്യൂൺ സിൻഡ്രോം വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസിൽ പോകുന്നില്ല. ഒന്നാമത് ഞാനൊരു പീഡിയാട്രീഷ്യൻ അല്ല, ആ രീതിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. എങ്കിലും അത് മാനേജ് ചെയ്യാവുന്നതാണ് കുട്ടികളിൽ. പക്ഷെ അത് അപൂർവമാണ്, വളരെ അപൂർവമാണ്. ഇന്ത്യയിൽ നിന്ന് വലിയ റിപ്പോർട്ട്സുകൾ വന്നിട്ടില്ല. വരുമായിരിക്കാം, ഇന്ത്യയിൽ ഉണ്ടാവാതിരിക്കില്ല. പക്ഷെ പ്രഡിക്റ്റ് ചെയ്യാനുള്ള എഫക്റ്റ് വല്ലതും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പ്രഡിക്റ്റ് ചെയ്യാനൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല, ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഇപ്പോൾ കേരളത്തിൽ തന്നെയുള്ള നടന്ന കുട്ടികളുടെ കോവിഡ് മരണങ്ങൾ നോക്കിയാൽ 2 വയസ്സിന് താഴെയാണ് 3-4 കുട്ടികൾ മരിച്ചിട്ടുള്ളത്. അതിന് മുകളിൽ 2 വയസ്സിന് മുകളിൽ ആരും അങ്ങനെ മരിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ ഒരു 2 വയസ്സിനും ഒരു 12 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സിനും 18 വയസ്സിനിടയിലൊന്നും ആർക്കും ഒരു പ്രശ്നങ്ങൾ വരേണ്ട കാര്യമില്ല. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒന്നും നമുക്ക് ഇപ്പോൾ വരുന്നില്ല. സർക്കാർ ഓഫീസിൽ പലരും ലക്ഷങ്ങൾ ഉണ്ടായിട്ടും ടെസ്റ്റ് ചെയ്യാൻ റെഡിയല്ല. ടെസ്റ്റ് ചെയ്യാൻ റെഡിയല്ലാത്തത് വളരെ വലിയൊരു പ്രശ്നമാണ് കേരളത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു സംസ്ഥാനത്തെ സ്ഥിതി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും ടെസ്റ്റ് ചെയ്യാൻ റെഡിയല്ലാത്തവരാണ് വലിയൊരു വിഭാഗം ആൾക്കാർ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 30 ഫാക്ടറിൽ എടുക്കുന്നത്. *30 നമ്മൾ പറയുന്നത്, പോസിറ്റീവിന്റെ *30. അതിന് കാരണം പലരും ടെസ്റ്റ് ചെയ്യാൻ റെഡിയല്ലാത്തതിനൊരു കാരണം. ഇപ്പം ഞാൻ 2 ദിവസം മുമ്പ് ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചപ്പോൾ കുടുംബത്തിൽ 2 പേർക്ക് ചുമയും കുറേശ്ശെ പനിയൊക്കെ ഉണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് പേടിയാണ്. ആംബുലൻസ് വീട്ടിൽ വരുമോ, ആശുപത്രി മറ്റേ CFLTCയിൽ കൊണ്ടാക്കുമോ, അങ്ങനെ പലർക്കും അതിന് താല്പര്യമില്ല. അപ്പോൾ നമ്മളിതിൽ ടെസ്റ്റിനെ ആ രീതിയിൽ ബന്ധപ്പെടുത്തുകൊണ്ടാണ് പ്രശ്നം. സർക്കാർ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ഈ ഹോം ഐസൊലേഷനൊക്കെ ചെയ്യാൻ കുറേ വൈകി. ഹോം ഐസൊലേഷൻ ചെയ്യേണ്ട പറ്റുന്ന സാഹചര്യമുള്ളവർ ഒരുപാടുണ്ട്. അവർ രോഗം പടർത്താനും സാധ്യതയുണ്ട്. അവർക്ക് ഈ ഹോം ഐസൊലേഷൻ എന്നുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്ന നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ നമ്പർ കുറെ കൂടുമായിരുന്നു. ചിലപ്പോൾ ഈ രീതിയിലുള്ള രോഗവ്യാപനം നമുക്ക് ചിലപ്പോൾ കുറയ്ക്കാനും സാധിക്കുമായിരുന്നു. ടെസ്റ്റ് ചെയ്യുന്ന മടിക്കുന്ന ആളുകൾ രോഗവ്യാപനം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ അത്ര മടിയുണ്ടെങ്കിൽ വീട്ടിൽ 5 ദിവസം ലീവ് എടുത്തിരിക്കൂ എന്നാണ് ഞാൻ പറയുന്നത്. അതിനിപ്പോൾ സർക്കാർ ലീവ് കൊടുക്കും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ 5 ദിവസം 7 ദിവസം ലീവ് സർക്കാർ ഓഫീസുകൾ പ്രത്യേകിച്ച് അത് ചെയ്യേണ്ടതാണ്, ലീവ് കൊടുക്കേണ്ടതുമാണ്. പക്ഷേ സർക്കാർ ഓഫീസുകൾ ഞാൻ പറഞ്ഞ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആണോ അല്ലേന്ന് ഉറപ്പിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കൺഫ്യൂഷൻ, നമുക്ക് സാധാരണ ജലദോഷപ്പനി ആയിരിക്കും നമുക്ക് വന്നത്, കോവിഡ് നമുക്ക് അടുത്ത് വരാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്കിത് എന്താണെന്ന് അറിയാതെ നമ്മളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പല കാര്യങ്ങളും. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഈസിയായി. ഈ എപ്പിഡമിക് നമ്മൾ ഇത്രയധികം പഠനങ്ങളെല്ലാം വന്ന സ്ഥിതിക്ക് ഒരാൾക്ക് പിന്നെ എന്തൊക്കെ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് ഒരുവിധമൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതില്ലാത്തടത്തോളം കാലം നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ ജലദോഷപ്പനി ഒരു ഹൈ ഷുഗറും BP അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ള ആളുകൾക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല, എന്നാൽ SARS-CoV പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ഇത് ഇതാണോ അല്ലേന്ന് ഉറപ്പ് വരുത്തുകയാണ് ഏറ്റവും നല്ലത്. ഇന്നിപ്പോൾ എല്ലാ ഹോം ഐസൊലേഷൻ സൗകര്യങ്ങളും എല്ലാ ജില്ലയിലും ഉണ്ട്. അപ്പം അതിനെക്കുറിച്ച് പേടിക്കേണ്ട. ടെസ്റ്റ് ചെയ്ത ഉടനെ എൻ്റെ മുന്നിൽ വന്ന അവരോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പോസിറ്റീവാണ്, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കാം. അതിനുള്ള സംവിധാന സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ സർക്കാരിന് പറയുന്നുണ്ട്. അത് വീട്ടിൽ തന്നെ ഇരിക്കാം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫോൺ വഴി നമ്മൾ ബന്ധപ്പെടും. ഒരുപാട് പ്രൈവറ്റ് ആശുപത്രികളും കോവിഡ് ചികിത്സയ്ക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്, എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ നമുക്ക് കിടക്കാൻ സൗകര്യങ്ങളുണ്ട്. ബെഡുകൾ ഇപ്പോഴും നിറഞ്ഞിട്ടില്ല.
സൗകര്യങ്ങളുണ്ട്. എന്നാൽ കിടക്കേണ്ട ആൾക്കാർ വളരെ കുറവാണ്. വളരെ 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 കുറവ് ആൾക്കാർക്ക് കിടത്തി ചികിത്സയിലേക്ക് വല്ല ആവശ്യമുള്ളൂ. പക്ഷെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ പിന്നെ രോഗവ്യാപനം കൂടി ചെയ്താൽ, ടെസ്റ്റ് ചെയ്താൽ ഞാൻ കണ്ടെടുത്തോളം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവായ ആളുകൾ അവരിൽ നിന്ന് രോഗം കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. അവർ ശ്രദ്ധിക്കും, ഓട്ടോമാറ്റിക്കായി ശ്രദ്ധിക്കും. അവർ ശ്രദ്ധിക്കും, അവരുടെ കുടുംബക്കാരും കൂടെയുള്ള ജോലിക്കാരെല്ലാം ശ്രദ്ധിക്കും. കൂടെ പിന്നെ എന്തായാലും അവർ ജോലിക്ക് പോവില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ടെസ്റ്റിന്റെ ഒരു പ്രാധാന്യം. രോഗവ്യാപനം പെട്ടെന്ന് കൂടുന്നതും ഈ പല മറ്റ് കാര്യമായ അസുഖമുള്ള ആളുകൾക്ക് രോഗം കിട്ടുന്നത് തടയാനും ഈ ടെസ്റ്റിംഗ് സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ടെസ്റ്റ് പറയുന്നത്. അതെ, സൗകര്യമുള്ള ഒരാൾക്ക് വീട്ടിൽ ചികിത്സ അനുവദിക്കുമെന്ന് ചോദിച്ചാൽ അനുവദിക്കും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ സർക്കാരിന്റെ നയവും. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ പോസിറ്റീവായ ഉടനെ ആളുകളെ ആംബുലൻസിൽ വന്നിട്ട് ആശുപത്രി കൊണ്ടുവന്ന പരിപാടി ഒന്നും ഇപ്പം ഇല്ല. അതിനുള്ള സാഹചര്യവും സൗകര്യവും സർക്കാരിൽ തന്നെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചികിത്സിക്കാം. വീണ്ടും ഞാൻ പറയുന്നു, ഒരു കോമോബിഡിറ്റീസ് കാര്യമായിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അപ്പം തന്നെ വാങ്ങിക്കുകയാണ് നല്ലത്. ഡോക്ടറുടെ ക്ലിനിക്കിൽ പോയിട്ട് കാണിക്കണമെങ്കിൽ കാണിക്കാം. അപ്പോൾ നേരത്തെ ഫോൺ വിളിച്ച് പോയിട്ട് ഞാൻ പോസിറ്റീവാണ് വരട്ടെ ചോദിച്ചാൽ അങ്ങനെ പല പ്രൈവറ്റ് ആശുപത്രികളിലും ഇപ്പോൾ കോവിഡ് പോസിറ്റീവുകൾ നോക്കുന്നുണ്ട്. നമ്മൾ പോയി നോക്കാം. അല്ലെങ്കിൽ ഫോൺ വഴി ആയാലും മതി. ഈ കേസിൽ നിങ്ങൾക്കൊരു തെർമോമീറ്റർ, ഒരു പൾസ് ഓക്സിമീറ്ററും വെക്കുകയാണ് നല്ലത്. ഇത് രണ്ടും മതി. ഒരു BP അപ്പാരൻസ് കൂടി ഉണ്ടെങ്കിൽ, BP നോക്കുന്ന സംഭവം കൂടി ഉണ്ടെങ്കിൽ നല്ലത് തന്നെ, വളരെ നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇതുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ സിംറ്റംസ് ആണ്. നിങ്ങളുടെ സിംറ്റംസ് പറഞ്ഞാൽ നിങ്ങൾക്ക് കിതപ്പുണ്ടോ, ശ്വാസം മുട്ടലുണ്ടോ, നിങ്ങൾക്ക് ഭയങ്കരമായ പനിയുണ്ടോ, സിവിയറായിട്ട് ചെസ്റ്റ് പെയിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, കണ്ണിരുട്ടടയ്ക്കുന്നുണ്ടോ, അതാണ് ഈ BP കുറയുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം. നമ്മൾ കുറേ നേരം ഇരുന്നിട്ട് എണീക്കുമ്പോൾ ഒരു ബ്ലറിങ് വരുന്നുണ്ടെങ്കിൽ BP കുറഞ്ഞാവാനുള്ള സാധ്യതയുണ്ട്. അതേമാതിരി നമുക്ക് ഭയങ്കരമായൊരു ക്ഷീണം, നമുക്ക് കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലൊരു ക്ഷീണം, തല പൊന്തിക്കാനേ പറ്റുന്നില്ല എന്ന രീതിയിലൊരു ക്ഷീണം, ഇതെല്ലാം വാർണിംഗ് സൈൻസ് ആണ്. അപ്പോൾ വാർണിംഗ് സൈൻസ് പറയുമ്പോൾ ശരി, പനി ഒരു വാർണിംഗ് സൈൻ. ഭൂരിഭാഗം ആളുകൾ ഇതിൽ വലിയൊരു പനി ഉണ്ടാകുന്നില്ല. എങ്കിലും നിലയ്ക്കാതെ പനി ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സെക്കൻഡറി ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വരും. അപ്പോൾ പനി അനിയന്ത്രിതമായിട്ട് ഒരു പാരസറ്റമോൾ കഴിച്ചിട്ടൊന്നും മാറാതെ 3 നേരം 4 നേരം പാരസറ്റമോൾ കഴിച്ചിട്ടും മാറാത്ത രീതിയിൽ പനി ഉണ്ടെങ്കിൽ അതൊരു നല്ല സൈനല്ല, കാണിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഓക്സിജൻ സാച്ചുറേഷൻ 94 കുറവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ അതിന് നമ്മുടെ ഒറിജിനൽ സാച്ചുറേഷൻ എത്രയാണെന്ന് നോക്കി വെക്കണം നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഫോൾ നമുക്ക് അറിയാൻ പറ്റും. 98 ആളുകൾക്ക് ഒരു 95 ആകുമ്പോൾ തന്നെ ചെറിയൊരു കുറവ് വരുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കേണ്ടി വരും. ഇതെല്ലാം ഉള്ള ആളുകൾക്ക് തന്നെ ഉടനെ തന്നെ ഓക്സിജൻ കൊടുക്കേണ്ടി വരില്ല. ഭൂരിഭാഗം നമ്മൾ പറയുന്നത് വെയിറ്റ് ആൻഡ് വാച്ച്, ഇനി കുറയുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ മാത്രം വന്നാൽ മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അമിതമായ ഛർദി, വയറിളക്കം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഫ്ലൂയിഡ്സ് എല്ലാം കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അമിതമായ വയറിളക്കവും ഛർദിയുള്ളവർ ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ടി വരും. ഒന്നും കഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ചിലർക്ക് ഭയങ്കരമായ നോസിയെല്ലാം വന്ന് കഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ, ഞാൻ പറഞ്ഞു ഈ കോവിഡ് എല്ലാ അവയവങ്ങളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അവയവങ്ങളെ ബാധിക്കുമ്പോൾ നമുക്ക് ഒന്ന് ലങ്സിന്റെ ബാധ്യതയാണ്, ചുമയും ശ്വാസം മുട്ടലും. BP വേരിയേഷൻസ് വരുന്നത് ഹൃദയത്തിനെ ബാധിച്ചുകൊണ്ട് വേരിയേഷൻസ് വരാം. ഒരു നെഞ്ചുവേദന, ശക്തമായ നെഞ്ചുവേദന ഉണ്ടെങ്കിൽ ഈ കണ്ണ് ഇരുന്നേരത്ത് എണീക്കുമ്പോൾ കണ്ണ് ഇരുട്ടടയ്ക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ബാധിക്കേണ്ടതാവാം. അതുപോലെ തന്നെ നമ്മുടെ മൂത്രത്തിന്റെ അളവ് കുറയുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വൃത്തിയെ ബാധിച്ചുകൊണ്ടാവാം. നമുക്ക് നോക്കണം. മൂത്രത്തിൽ നിറ വ്യത്യാസം എന്നുണ്ടെങ്കിൽ നോക്കാം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ചില ബേസിക് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. നമ്മുടെ സാധാരണ നിലയിൽ WBC കൗണ്ട്, അതിൽ ടോട്ടൽ കൗണ്ട് കുറവായിരിക്കും. ലിംഫോസൈറ്റോപീനിയ എന്ന് പറയും. ലിംഫോസൈറ്റ്സിന്റെ അളവ് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ സാധാരണ ഒരു 20%, 25% ഉള്ളത് വളരെ കുറയാൻ സാധ്യതയുണ്ട്. 10% താഴെ 5% ഉണ്ടാവും. അത് വളരെ കുറവാണെങ്കിൽ അതൊരു വാർണിംഗ് സൈനാണ്. പിന്നെ C-റിയാക്റ്റീവ് പ്രോട്ടീൻ എന്നൊരു ടെസ്റ്റ് ഉണ്ട്, എല്ലാ ലാബുകളിലും ചെയ്യുന്നത് തന്നെയാണ്. അത് വളരെ കൂടുതലാണെങ്കിൽ, നോർമൽ വാല്യൂവിൽ നിന്ന് ഒരു 100 ഇരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ, 5 വരെയൊക്കെയാണ് അതിന്റെ നോർമൽ വാല്യൂ, 100, 120 എല്ലാം ഉണ്ടെങ്കിൽ അതൊരു വാർണിംഗ് സൈനാണ്. പിന്നെ ഒരു D-ഡൈമർ എന്നൊരു ടെസ്റ്റ് ഉണ്ട്, കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്, അല്ലെങ്കിൽ ചെയ്യണമെന്നില്ല, ഡോക്ടർ നിർദ്ദേശമില്ലാതെ ചെയ്യേണ്ട കാര്യമില്ല. ഈ C-റിയാക്റ്റീവ് പ്രോട്ടീനും WBC കൗണ്ടും നമുക്ക് ഒരു പ്രാവശ്യം നോക്കുന്നതിൽ തെറ്റില്ല. സംശയങ്ങളുണ്ടെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ ഒന്നുകൂടി നോക്കാം. വീണ്ടും നമ്മൾ കോവിഡ് പോസിറ്റീവായ ലാബിൽ പോയി നോക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ കേസുകൾ സ്വീകരിക്കുന്ന ലാബുകളും ഉണ്ട്. വീട്ടിൽ വന്നിട്ട് എടുക്കുന്നവരെല്ലാം ഉണ്ട്. അതും അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്തിട്ട് സ്വയം മോണിറ്റർ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ പറയാം, കോമോബിഡിറ്റീസ് കാര്യമായിട്ടില്ലെങ്കിൽ. എന്നാൽ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യപ്പെട്ട അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് തന്നെ പോവുകയാണ് നല്ലത്. കഴിയുന്നതും തുടക്കത്തിലെല്ലാം തന്നെ ഒരു ഫോൺ കൺസൾട്ടേഷൻ വഴി മുന്നോട്ട് പോവുകയും അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആശുപത്രി അഡ്മിഷനിലേക്ക് പോവുകയാണ് വേണ്ടത്.
വലിയൊരു വിഭാഗം 99% ആളുകൾക്കും ആശുപത്രി അഡ്മിഷൻ ഒന്നും ആവശ്യമില്ലാതെ മാറുന്നതായതുകൊണ്ട് ഇതൊരു അത്ര വലിയൊരു പേടിക്കേണ്ട ഒരു കാര്യമല്ല. എന്നാൽ നിങ്ങൾ മറ്റൊരു കാര്യമായ അസുഖമുള്ള ഒരാൾക്ക് രോഗവ്യാപനം ചെയ്യാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ മരണനിരക്ക് കുറയ്ക്കാൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. എനിക്ക് ഇഷ്ടമുള്ള ആശുപത്രി തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ചില ആശുപത്രികളെ കോവിഡ് പോസിറ്റീവ് രോഗികളെ നോക്കുന്നുള്ളൂ. അപ്പോൾ ആ ആശുപത്രികൾ നിങ്ങൾക്ക് പറ്റും, അത്രയേ ഉള്ളൂ. അത് എല്ലാ ആശുപത്രികളും ആയിട്ടില്ല. നിങ്ങൾ അതാത് ജില്ലകളിൽ അത് നേരത്തെ കണ്ടുപിടിക്കുക ഏതൊക്കെ ആശുപത്രികളാണ് നോക്കുന്നത്. അതിന്റെ നിങ്ങളുടെ സാമ്പത്തികമെല്ലാം അനുസരിച്ച് നിങ്ങൾക്ക് സാധിക്കുമെങ്കിലേ പ്രൈവറ്റ് ആശുപത്രികളിൽ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ ഇപ്പോഴും ബെഡുകൾ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ആയിട്ടില്ല, ആവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അതുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ സാമ്പത്തികമായിട്ട് പറ്റില്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകാം. ഗവൺമെന്റ് ആശുപത്രിയെ കുറിച്ചും പേടിക്കേണ്ട, ഏകദേശം നല്ല കെയർ കിട്ടുന്ന സ്ഥലങ്ങൾ തന്നെയാണ് അവിടെ എല്ലാം തന്നെ. അതുകൊണ്ട് ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് പറയാം ഗവൺമെന്റ് ആശുപത്രികൾക്ക് കുറേ കാലത്തെ പരിചയം ഇപ്പോൾ അവർക്ക് കോവിഡ് മാനേജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണമുണ്ട്. ഒരു ചിലപ്പോൾ പറഞ്ഞ മാതിരി സ്റ്റാഫ് ഷോർട്ടേജും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള എന്തായാലും ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി, സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവർ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ തന്നെ ഗവൺമെന്റ് ആശുപത്രിയിലുള്ള ആ തള്ളു കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ മെല്ലെ മെല്ലെ മറ്റു ചികിത്സാ രീതി മാതിരി തന്നെ കോവിഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റു ചികിത്സാ രീതി എങ്ങനെയാണ്, സാമ്പത്തികമായി നല്ല സാഹചര്യമുള്ള ആളുകൾ പ്രൈവറ്റിൽ പോവുകയും സാഹചര്യം ഇല്ലാത്തവർ ഗവൺമെന്റിൽ പോവുകയും ചെയ്യുകയാണ് മറ്റെല്ലാ രോഗങ്ങൾക്കും നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ആണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സുഹൃത്ത് ടെർഷറി കോണ്ടാക്റ്റിൽ നിന്നും പോസിറ്റീവ് ആകാൻ 24 മണിക്കൂർ മാത്രമേ വന്നുള്ളൂ. ആ അവസരത്തിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ സെക്കൻഡറി കോണ്ടാക്റ്റിന് ക്വാറന്റൈൻ വേണ്ട എന്ന പ്രോട്ടോകോൾ ശരിയാണ്. ഈ ടെർഷറി കോണ്ടാക്റ്റിൽ നിന്നാണ് കിട്ടിയതെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ജനറ്റിക് സ്റ്റഡീസ് നടത്തിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സ്റ്റഡീസ് നമ്മളിപ്പോൾ അങ്ങനെ നടത്തിയിട്ടില്ല, ഇതിൽ നടത്താൻ വഴിയില്ല. അതുകൊണ്ട് ടെർഷറി കോണ്ടാക്റ്റിനാവില്ല. എത്രയധികം ആൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രതീക്ഷ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഒരുവിധം നമ്മുടെ കണക്ക് പ്രകാരം 30-40% ആൾക്കാർക്ക് പോസിറ്റീവ് വന്നു പോയവരും വന്നവരും ഒക്കെ ഉണ്ട്. ഏറ്റവും അധികം പോസിറ്റീവായിട്ടുള്ള ആളുകൾ ആക്റ്റീവ് കേസുകളുള്ള ഒരു ജില്ലയാണല്ലോ തിരുവനന്തപുരം. അപ്പോൾ ടെർഷറി കോണ്ടാക്ട് ഒന്നും ആവില്ല, വേറെ കോണ്ടാക്ട് നേരത്തെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് നിഗമനത്തിലേക്ക് ചാടാൻ പറ്റില്ല. അതുകൊണ്ട് സെക്കൻഡറി കോണ്ടാക്ടിന് ക്വാറന്റൈൻ വേണ്ട എന്ന പ്രോട്ടോകോൾ ശരിയാണ്. ഞാൻ പൊതുവെ ക്വാറന്റൈനിനെക്കാട്ടിലും എനിക്ക് താല്പര്യം ടെസ്റ്റുകളിലാണ്. ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. നമുക്കറിയാം എത്ര കാലം ക്വാറന്റൈനിൽ ഇരിക്കാൻ പറ്റില്ല. എല്ലാവരും കോണ്ടാക്ട് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും എൻ്റെ ക്ലിനിക്കിൽ 3-4 പേരെങ്കിലും പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ വന്നു പോകുന്നുണ്ടെന്ന് എൻ്റെ ഊഹം. എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നില്ല. ടെസ്റ്റ് ചെയ്യുന്ന ആളുകളിൽ 1-2 ആളുണ്ടാവാം. അതിലധികം ആൾക്കാർ വന്നു പോകുന്നുണ്ടാവും പോസിറ്റീവായിട്ടുള്ള ആൾ. എന്നാൽ എല്ലാ സമയത്തും ക്വാറന്റൈൻ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇതുവരെ ക്വാറന്റൈനിൽ ഇരുന്നിട്ടുമില്ല. നമ്മൾ അതിൻ്റെതായിട്ടുള്ള അപ്രോപ്രിയേറ്റ് PPE ഉപയോഗിച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഈ പൊതുസ്ഥലങ്ങളിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള PPE എന്ന് പറഞ്ഞാൽ ഈ മാസ്കും ക്ലോത്ത് മാസ്കും മതി. ഒരു 2 ലെയർ 3 ലെയർ ആയിട്ടുള്ള ക്ലോത്ത് മാസ്കും ആവശ്യത്തിന് സാനിറ്റൈസറിന്റെ ഉപയോഗവും ഫിസിക്കൽ ഡിസ്റ്റൻസിങ്ങും, ഇത്രയും ആണ് നമ്മുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മിറ്റിഗേഷൻ മെഷേഴ്സ്. അത് ചെയ്യുന്ന ഒരാളിൽ കിട്ടേണ്ട കാര്യമില്ല. അങ്ങനെ എല്ലാവരും എപ്പോഴും ക്വാറന്റൈനിൽ വെക്കുന്നതിന് പകരം ഈ ഹൈ റിസ്ക് പ്രൈമറി കോണ്ടാക്ട്സിന്റെ ടെസ്റ്റ് ചെയ്യുക. ഒരിക്കൽ നെഗറ്റീവ് ആണെങ്കിൽ ആന്റിജൻ ചെയ്തിട്ട് വേണം PCR ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും ആന്റിജൻ റിപ്പീറ്റ് ചെയ്യാം. ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 700-800 രൂപ അതിനും കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ കുറയ്ക്കുക. സർക്കാർ സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ ക്വാറന്റൈന് വലിയ ആവശ്യമില്ല. ഈ ക്വാറന്റൈൻ വെക്കുന്നത് എത്ര ആളുകളെ വെക്കാൻ സാധിക്കും? അപ്പോൾ ഇത് സർക്കാരിന്റെ നയമല്ല ഞാൻ പറയുന്നത്, പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതേ. ഏറ്റവും അധികം നമ്പറുകൾ ഓഫ് ടെസ്റ്റ് കൂട്ടുന്തോറും നമുക്ക് ആളുകളുടെ ഈ ക്വാറന്റൈൻ പീരീഡും കുറയ്ക്കാൻ സാധിക്കും, ഈ അടച്ചിടുന്ന് കുറയ്ക്കാൻ സാധിക്കും, 144 പ്രഖ്യാപനമെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ടെസ്റ്റ് ചെയ്തിട്ട് കാണുന്ന ആൾക്കാരെ ഐസൊലേറ്റ് ചെയ്യുക, അവരിൽ നിന്ന് രോഗവ്യാപനം തടയാൻ ശ്രമിക്കുക. അത് പറ്റും. പോസിറ്റീവായി കഴിഞ്ഞാൽ രോഗവ്യാപനത്തിന് സാധ്യത വളരെ കുറവാണ്. എല്ലാവരും അങ്ങനെ രോഗവ്യാപനം ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന ആരുമില്ല. അവർ നെഗറ്റീവാണെന്ന് വിചാരിച്ചിട്ടാണ് രോഗവ്യാപനം ചെയ്യുന്നത്. പോസിറ്റീവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാറന്റൈൻ ഇപ്പോഴത്തെ ഇത് പ്രകാരം ഹൈ റിസ്ക് പ്രൈമറി കോണ്ടാക്റ്റിന് 14 ദിവസത്തെ ക്വാറന്റൈനാണ്. അതിൻ്റെ ഇടയിൽ 7-ാം ദിവസം ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നെഗറ്റീവ് ആണെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ 14 ദിവസം കഴിഞ്ഞിട്ട് ക്വാറന്റൈനിൽ പോവാം എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഈ സാമൂഹ്യ അകലം മറ്റൊക്കെ പാലിക്കുക. നമ്മുടെ ഉള്ളിൽ രോഗാണു ഉണ്ടാവാം എന്നുള്ള സാധ്യത നമ്മൾ മനസ്സിലാക്കുക. ഈ ഹൈ റിസ്ക് ആയിട്ട് കോമോബിഡിറ്റിയുള്ള ആളുകളുടെ അടുത്തേക്കൊന്നും പോവാതെ നോക്കുക. അത്ര ചെയ്താൽ തന്നെ മതി, സത്യം പറഞ്ഞു. അത് ചെയ്താൽ നമുക്ക് ഒരുവിധം രോഗവ്യാപനം തടയാനും മരണം തടയാനൊക്കെ സാധിക്കും.
പ്രതീക്ഷിന്റെ ചോദ്യമാണ്, ഞാനിപ്പോൾ പ്രൈമറി കോൺടാക്ട് ക്വാറന്റൈനാണ്, നിലവിൽ സെക്കൻഡറി കോൺടാക്ട് ആയ വ്യക്തി ഞാൻ പോസിറ്റീവ് ആയാൽ പോസിറ്റീവായി മാറുകയും അതിൻ്റെ സമയത്തിൻ്റെയാണ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കോൺടാക്ട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു 1-ാം തീയതിയാണ് നിങ്ങൾക്ക് കോൺടാക്ട് ഉണ്ടായെന്ന് വിചാരിക്കും ഒരു പോസിറ്റീവായ വ്യക്തിയോട്. 1-ാം തീയതിയാണ് കോൺടാക്ട്. നിങ്ങളിൽ നിന്ന് രോഗവ്യാപനം നടക്കുന്നത് ഒരു ആവറേജ് ഒരു പറഞ്ഞ ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം വെച്ചോളൂ. 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, 4-ാം തീയതി ആയിരിക്കും, 4-ാം തീയതി മുതലായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ അതിനുശേഷം അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ ആ 4-ാം തീയതി മുതലുള്ള നിങ്ങളുടെ കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ അവർ പിന്നെ പ്രൈമറി കോണ്ടാക്ട്സ് ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ക്വാറന്റൈനിനെക്കാട്ടിലും മുമ്പ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ പിന്നെയുള്ള കോണ്ടാക്ട്സിലേക്ക് രോഗവ്യാപനം നമുക്ക് തടയാൻ സാധിക്കും. ഒരു ടെസ്റ്റ് നെഗറ്റീവാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സാധിച്ചാൽ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ടെസ്റ്റ് ഒരേ ആളിൽ തന്നെ 3 പ്രാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട്, 3-4 പ്രാവശ്യം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ IPL ക്രിക്കറ്റ് കളിക്കാർക്കൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബിഡനൊക്കെ ഡെയിലി ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നമുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. മൾട്ടിപ്പിൾ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് പോവാണ് നല്ലത്. പിന്നെ എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ പോസിറ്റീവ് ആകാനുള്ള സാധ്യത ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ എല്ലാവരോടും നമ്മളൊരു സാമൂഹ്യ അകലവും ഈ ശാരീരിക അകലവും മാസ്കും മറ്റെല്ലാം കാര്യങ്ങളും ചെയ്താൽ വീട്ടിലുള്ളവരോട് അടക്കം ചെയ്താൽ വീട്ടിനുള്ളിൽ മാസ്ക് വെക്കണം എന്നല്ല എങ്കിലും ഒരു അകലം പാലിക്കാൻ സാധിച്ചാൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാതിരുന്നാൽ അങ്ങനെയൊക്കെ ചെയ്താൽ കുറേയൊക്കെ നമുക്ക് പടരുന്ന് തടയാൻ സാധിക്കും. അതുകൊണ്ട് ഈ കേസുകളിൽ പറയുന്നത് പ്രൈമറി കോണ്ടാക്ട് സെക്കൻഡറി കോണ്ടാക്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് പ്രൈമറി കോണ്ടാക്ടിന്റെ പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയും എന്നിട്ട് സെക്കൻഡറി കോണ്ടാക്ടിനെ അപ്പോൾ വീണ്ടും ക്വാറന്റൈനിലേക്ക് ആക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് നയം. അപ്പോൾ അതുവഴി സെക്കൻഡറി കോണ്ടാക്ട് രോഗവ്യാപനം ചെയ്യില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ക്വാറന്റൈനിലുള്ള ആൾക്കാർ സിംറ്റംസ് ഇല്ലാത്തത് കൊണ്ട് 4 ദിവസം കഴിഞ്ഞാൽ ഓഫീസിൽ പോകുന്നത് ശരിയാണോ എന്ന് ശരിയല്ല. ക്വാറന്റൈനിന്റെ അർത്ഥം ക്വാറന്റൈൻ 14 ദിവസമാണല്ലോ വേണ്ടത് അല്ലേ? എന്നാൽ അവർ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പോകാന്നുള്ളതാണ്. 14 ദിവസം നിൽക്കണ്ട, ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയാൽ അവർ പോയിക്കോട്ടെ. പക്ഷെ ഇതല്ല സർക്കാർ നിയമം, അതല്ല. വീണ്ടും അവർ ഒരു പ്രാവശ്യം കൂടി ടെസ്റ്റ് ചെയ്തോട്ടെ, ശരിക്കുള്ള 14 ദിവസം കഴിയുമ്പോഴേക്കും ഒരു പ്രാവശ്യം കൂടി ടെസ്റ്റ് ചെയ്തോട്ടെ. അത് നെഗറ്റീവ് ആണെങ്കിൽ അവർ കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ. എന്നാൽ രോഗലക്ഷണം ഇല്ല എന്നുള്ളത് കൊണ്ട് ഓഫീസിലേക്ക് പോകാൻ പാടില്ല. ക്വാറന്റൈൻ കാര്യത്തിൽ ഇപ്പോൾ കുറെ കൂടി നമ്മൾ ലിബറൽ ആക്കേണ്ടതാണ്. നമ്മൾ ടെസ്റ്റ് നമ്പർ കൂട്ടുകയും ക്വാറന്റൈൻ കാര്യങ്ങൾ ലിബറൽ ആക്കുകയും ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഓഫീസുകളെല്ലാം തന്നെ മാസ്ക് ഉപയോഗിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഓഫീസുകളിലുള്ള സ്പ്രെഡിന് പ്രധാന കാരണം ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പല പഠനങ്ങളും അങ്ങനെ കണ്ടിട്ടുണ്ട്. ആശുപത്രിയിലടക്കം ഈ ഒരുപാട് ആരോഗ്യ പ്രവർത്തകർക്ക് വരുന്നതൊക്കെ തന്നെ ഒരു രോഗിയിൽ നിന്ന് ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് കിട്ടിയാലും പിന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകർക്ക് കിട്ടുന്ന ആ ആരോഗ്യ പ്രവർത്തകരിൽ നിന്നാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടും അവർ തമ്മിലുള്ള കോണ്ടാക്റ്റാണ്. രോഗികളോടുള്ള ഒരു ശ്രദ്ധ മറ്റാരോഗ്യ പ്രവർത്തകരോട് ഇവർ ചെയ്യുന്നില്ല. അതായത് കോവർക്കേഴ്സ് ആവുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആവുമ്പോൾ നമുക്ക് പേടിയില്ല. നമ്മൾ ഈ പുറത്തുനിന്നുള്ള വല്ല കൊറിയർ കൊണ്ടുവരുന്ന ആളും മീൻ കൊണ്ടുവരുന്ന ആളെയാണ് പേടിക്കുന്നത്. പക്ഷെ അവരെക്കാട്ടിലും നമ്മളുമായിട്ട് കാര്യമായ സമ്പർക്കമുള്ളത് നമ്മുടെ കോവർക്കേഴ്സും ഫാമിലി മെമ്പേഴ്സുമാണ്. അപ്പോൾ അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. ആസ്മ വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ പഠന റിപ്പോർട്ടെല്ലാം വരുന്നത്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ഉള്ള ലങ്സ് ഓൾറെഡി ഡാമേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കോവിഡ് പ്രശ്നം തന്നെയാണെങ്കിലും ആസ്മ മാത്രമല്ല, ആസ്മ എന്ന് പറയുമ്പോൾ അതൊരു വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ ക്രോണിക് സ്ഥിരമായിട്ട് ഇൻഹേലറുകളും മറ്റും ഉപയോഗിക്കുന്ന ആളുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില സമയങ്ങളിൽ എപ്പിസോഡിക് ആസ്മ കൊല്ലത്തിൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസം ഇൻഹേലറെല്ലാം ഉപയോഗിക്കേണ്ടി വരുന്ന വീസിങ് ഒക്കെ ഉണ്ടാവും, ഗുളികൾ കഴിക്കേണ്ടി വരുന്ന ആളുകളാണല്ലോ വലിയ വിഭാഗം ആസ്മക്കാരും അങ്ങനെയുള്ളവരാണ്. അവർക്ക് ഈ കോവിഡ് ബാധിച്ചുകൊണ്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ അവരുടെ എന്താ പറയുക ഓക്സിജൻ സാച്ചുറേഷൻ വളരെ കൃത്യമായിട്ട് നോക്കുകയും ഒരു പൊടി കുറവ് വന്നാൽ അവരുടെ ആസ്മ മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യണം. കുറച്ചുകൂടി ഇതുവരെ ഉപയോഗിക്കുന്ന ഡോസിൽ വേണമെങ്കിൽ കുറച്ച് കൂട്ടി ഉപയോഗിക്കുകയും ചെയ്യണം. കഴിയുന്നതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഏറ്റവും നല്ലത്. എങ്കിലും ഡോക്ടർ നിർദ്ദേശം കിട്ടിയിട്ടില്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആസ്മ മരുന്നുകൾ ഉപയോഗിക്കുകയും വേണം. ചിലപ്പോൾ ഡോസ് ഇത്തിരി കൂടുതൽ ഉപയോഗിക്കേണ്ടിയും വരും. അതല്ലാതെ എപ്പിസോഡിക് ആസ്മയുള്ള ആളുകൾക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. SLE രോഗികളുടെ കരുതൽ, SLE രോഗികൾക്ക് പ്രശ്നമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവര് അധികം പേരും ഇമ്മ്യൂണോ സപ്രസന്റ് മരുന്നുകൾ കഴിക്കുന്ന ആളുകളായിരിക്കും.
രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് അവർക്ക് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റുമറ്റോളജി കണ്ടീഷൻസിൽ കോവിഡിനെ കുറിച്ചുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രതീക്ഷിച്ച മാതിരി വളരെ മാരകമായ പ്രശ്നമുണ്ട് എന്നുള്ള ഒരു ഇത് വന്നിട്ടില്ല. അത് നല്ല കാര്യമാണ്. പ്രതീക്ഷിച്ച പോലെ ഭയങ്കരമായ പ്രശ്നമുണ്ട് റുമറ്റോളജി അസുഖങ്ങളുള്ള ആളുകളിൽ നിന്ന് വന്നിട്ടില്ല. എങ്കിലും SLE അസുഖങ്ങളുള്ള ആളുകൾ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവരായിരിക്കും. അവർക്ക് ഈ കോവിഡ് വന്നാൽ ചിലപ്പോൾ കോവിഡ് കൊണ്ടാവണമെന്നില്ല, ചിലപ്പോൾ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എല്ലാം വന്ന് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് വളരെ കരുതിയിരിക്കേണ്ടതാണ്. തുടക്കത്തിൽ തന്നെ അവർ അസുഖം കണ്ടുപിടിച്ചിട്ട് ചികിത്സിക്കുകയായിരിക്കും നല്ലത്. അതുകൊണ്ട് സംശയം തോന്നിയാൽ കോവിഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നല്ലത്. വേറെ ഒരു പ്രശ്നം സാധാരണ ഞാൻ കാണുന്ന, ഒരിക്കൽ നെഗറ്റീവായ ആളുകളുടെ ഒരു വിചാരം എനിക്ക് ഞാൻ നെഗറ്റീവാണ്, അതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ളതാണ്. ഒരിക്കൽ നെഗറ്റീവ്, ഒരു പ്രൈമറി കോണ്ടാക്ട് ഉണ്ടായിരുന്നു, അയാൾ നെഗറ്റീവ്, അപ്പം എൻ്റെ മാറി എനിക്ക് ഇനി ഇല്ല എന്നുള്ള അർത്ഥത്തില്ല. കോണ്ടാക്ട്സ് ഇനിയും വന്നുകൊണ്ടേയിരിക്കും. സമൂഹത്തിൽ അത്രയും പോസിറ്റീവ് കേസുകൾ ഉള്ളതുകൊണ്ട് എപ്പോഴും എല്ലാവരിൽ നിന്നും നമുക്ക് രോഗം വരും, ആരിൽ നിന്നും രോഗം പകരാം എന്നുള്ള സർക്കാർ മോട്ടോ നമ്മൾ ആലോചിച്ചാൽ മതി. അതിലുള്ള ആൾ എത്ര ദിവസം കഴിഞ്ഞ് PCR ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ചോദ്യം സർക്കാർ ഇപ്പോൾ പറയുന്നത് 7 ദിവസം എന്നാണ് എൻ്റെ അറിവ്. അതായത് ഹൈ റിസ്ക് പ്രൈമറി കോണ്ടാക്ട്സിന് അവർ ആൻറ്റിജനാണ് ആദ്യം ചെയ്യുന്നത്. സിംറ്റംസ് ഉള്ളവർക്കാണെങ്കിൽ PCR ചെയ്യുന്നുണ്ട്, സിംറ്റംസ് ഇല്ലെങ്കിൽ ആൻറ്റിജനാണ് ചെയ്യുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് പ്രൈവറ്റിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക 5-ാമത്തെ 6-ാമത്തെ ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ്. പറ്റുമെങ്കിൽ രണ്ടും കൂടി ചെയ്യാം. ഒരു ആൻറ്റിജനും PCR ചെയ്യാം. അതിനുള്ള സാമ്പത്തിക സാഹചര്യം ഉണ്ടെങ്കിൽ ആൻറ്റിജനും PCR ചെയ്യാം. ആൻറ്റിജൻ പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ആൻറ്റിജനും PCR വേണ്ടിയിട്ട് നിങ്ങൾ സ്വാബ് എടുത്തോളൂ. എന്നിട്ട് ലാബിലോട് പറയുന്ന ആൻറ്റിജൻ അപ്പം തന്നെ റിപ്പോർട്ട് കിട്ടും. ആൻറ്റിജൻ നെഗറ്റീവ് ആണെങ്കിൽ PCR കൂടി ചെയ്യുക. ആൻറ്റിജൻ പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ PCR ചെയ്യേണ്ട. ആ രീതിയിൽ ചെയ്യായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പം ആൻറ്റിജനും PCR നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തീരെ ഇല്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. 14 ദിവസം വരെ രോഗാണുള്ളിൽ പുറത്തേക്ക് വരാം, ടെസ്റ്റ് പോസിറ്റീവ് ആവാം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ടെസ്റ്റ് കൂടി ഏകദേശം 13-14 ദിവസത്തിൽ ഒരു ടെസ്റ്റ് കൂടി ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ്. അതും നെഗറ്റീവാണ്, നിങ്ങൾക്ക് ആ കോണ്ടാക്റ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പിക്കാം, അത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ വേറെ പല കോണ്ടാക്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്വാറന്റൈൻ ഒന്നും ഇല്ലെങ്കിൽ വേറെ കോണ്ടാക്ട്സ് വഴി നിങ്ങൾക്ക് കിട്ടാം. അപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിലെല്ലാം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് രോഗലക്ഷണമുള്ള ആളുകൾ, ഈ പറഞ്ഞ ഇന്നത്തെ കാലത്ത് കേരളത്തിൽ ഒരാൾക്ക് പനിയും ചെറിയൊരു ജലദോഷം, തൊണ്ടവേദനയും, ജലദോഷം ചിലപ്പോൾ കാര്യം ഉണ്ടാവുന്നില്ല, സിവിയറായിട്ടുള്ള മേലും കൈയും വേദന ഉണ്ടാവും, സാധാരണ തൊണ്ടവേദന ഉണ്ടാവും, ഡ്രൈ കഫ് ഉണ്ടാവും, പനി അത്ര കാര്യമായിട്ട് ഉണ്ടാവില്ല, നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഹൈ ഫീവർ ഒന്നും ഉണ്ടാവുന്നില്ല, ചെറിയ പനി. ഇതുണ്ടെങ്കിൽ കോവിഡ് ആവാനാണ് ഏറ്റവും സാധ്യത. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. എല്ലാ രോഗലക്ഷണം തീരെ ഇല്ലാത്ത ആൾക്കാർ വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ലക്ഷണമുള്ളവരെല്ലാവരും ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് കുറേ രോഗവ്യാപനം കൂടുതൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ശരിയാണ്, പ്രൈമറി കോണ്ടാക്ട്സ് രോഗലക്ഷണം ഇല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യണം. 5, 6, 7 ആ ദിവസങ്ങളിലായിരിക്കും ആദ്യത്തെ ടെസ്റ്റ് വേണ്ടത്. 5-ാം ദിവസം ചെയ്താൽ ചിലപ്പോൾ കുറച്ച് നേരത്തെ ആയി പോയോ ചിലർക്ക് സംശയം ഉണ്ടാവുകൊണ്ടാണ് 7-ാം ദിവസം പറയുന്നത്. അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായി, പിന്നെ നിങ്ങൾ പോസിറ്റീവായ ആളുകളെ പോലെ ചെയ്യേണ്ടതാണ്. അത് നെഗറ്റീവ് ആണെങ്കിൽ വീണ്ടും ഒരു ടെസ്റ്റ് കൂടി ഒരു 12, 13, 14 ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ആയിട്ട് ഒരു ടെസ്റ്റ് കൂടി ചെയ്യുകയാണ് നല്ലത്. ആന്തരിക അവയവങ്ങൾക്ക് ദീർഘകാലമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് AK വിനോദിന്റെ ചോദ്യം. തീരെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഒരു വാട്സാപ്പ് ഫോർവേഡിനെ കുറിച്ചായിരിക്കും അദ്ദേഹം ചോദിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വാട്സാപ്പ് ഫോർവേഡ് ഇപ്പോൾ ഒരു 90% നുണയാണ്. ഈ വാട്സാപ്പ് ഫോർവേഡുകളുടെ പ്രശ്നം എന്താ വെച്ചാൽ അതിൽ ചെറിയ 1-2 സത്യങ്ങളും ഉണ്ടാവും, ഒരുപാട് നുണകളും ഉണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ് നമുക്ക് നുണയാണെന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളാൻ പറ്റില്ല. പക്ഷേ വലിയ വിഭാഗം സംഭവങ്ങളും നുണയാണെന്ന് നമുക്ക് പറയാം. എനിക്ക് തോന്നുന്ന വാട്സാപ്പ് ഫോർവേഡിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് സ്ഥിരമായിട്ട് ലങ്സിന് കുഴപ്പമുണ്ടാവും എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഇല്ല. സ്ഥിരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്നത് വളരെ ചുരുങ്ങിയ 1% താഴെയോ 0.5% താഴെയോ ഉള്ളൂ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കോവിഡ് പോസിറ്റീവായ ആളുകളിൽ സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാകാവുന്ന ആളുകളിൽ വളരെ ചെറിയ ശതമാനമേ ഉള്ളൂ. അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവുമെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല കൃത്യമായിട്ട്. കൂടുതൽ പഠനങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് മറി ചെയ്യുന്നതിൽ അർത്ഥമില്ല. എങ്കിലും നമ്മൾ ജാഗ്രതയൊക്കെ ചെയ്യണം, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ നമ്മൾ ആവശ്യമില്ലാതെ അതിനെക്കുറിച്ച് നമ്മുടെ അവയവങ്ങൾ ഇതോടുകൂടി വന്നാൽ വല്ലാതെ കേടുവന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തെറ്റായ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തയിലേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. വളരെ ചെറിയ ശതമാനം 0.5-ലും താഴെ അല്ലെങ്കിൽ അതിലും താഴെ, അതിലൊക്കെ വളരെ താഴെ ആളുകൾക്ക് മാത്രമേ
എന്തെങ്കിലും സ്ഥിരമായ ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ചില കേസുകൾ സീരീസ് ഓഫ് കേസസ് സ്ഥിരമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളെ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കേസ് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. പക്ഷേ നമ്പേഴ്സ് വളരെ വളരെ കുറവാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കൃത്യമായ ധാരണ ഇനിയും നമുക്കൊരു 6 മാസം 1 കൊല്ലം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. സ്ഥിരമായ ഡാമേജ് എന്ന് പറയണമെങ്കിൽ തന്നെ നമുക്കൊരു 3 മാസം 6 മാസം കഴിഞ്ഞിട്ട് ഡാമേജ് മാറുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ഡാമേജ് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു പ്രത്യേക വിറ്റാമിൻ കഴിച്ചുകൊണ്ട് കോവിഡിനെ പ്രതിരോധിക്കാൻ പറ്റും എന്ന് ഒരു പഠനങ്ങളും പറയുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നത് ശരിയാണ്. ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇപ്പോൾ വൈറ്റമിൻ സി നമുക്ക് കാര്യമായിട്ട് കിട്ടുന്ന പഴങ്ങളിൽ നിന്ന് നിങ്ങൾ കഴിഞ്ഞ 6 മാസമായിട്ട് ഒരു പഴം കഴിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കുറച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് പഴങ്ങൾ കഴിച്ചോളൂ, പ്രശ്നമില്ല. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി കുറേ പേർക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നമുണ്ടോ ഇല്ലയോ നമുക്കിപ്പോഴും അറിയില്ല. 2-3 വലിയ ചില പഠനങ്ങളിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്, ചിലതിൽ ചിലപ്പോൾ ഉണ്ടാവാമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് മുഴുവനൊരു അഭിപ്രായം പറയാറായിട്ടില്ല. വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്ന സൺലൈറ്റ് വഴിയാണ്. അപ്പോൾ തീരെ സൺ എക്സ്പോഷർ ഇല്ലാത്തവർ കുറച്ച് സൺ എക്സ്പോഷർ ഉണ്ടാവാൻ നല്ലതാണ്. അത് എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷേ ആ സൺ എക്സ്പോഷർ 11 മുതൽ 3 മണി വരെ, രാവിലെ 11 മുതൽ ഉച്ച കഴിഞ്ഞിട്ട് 3 മണി വരെയുള്ള സൺ എക്സ്പോഷറാണ് വേണ്ടത് എന്നുള്ളതാണ് അഭിപ്രായം പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കിട്ടുന്നത് നല്ലതാണ്. വൈറ്റമിൻ ഡി കുറവായിട്ടുള്ള കുറച്ച് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ ചിലപ്പോൾ വൈറ്റമിൻ ഡി, നിങ്ങളൊരു വൈറ്റമിൻ ഡി നിങ്ങളുടെ അളവ് നോക്കിയിട്ട് അത് കഴിക്കുകയാണെങ്കിൽ തെറ്റില്ല. എന്നാൽ എല്ലാവരും വൈറ്റമിൻ ഡി കഴിച്ചുകൊണ്ട് കൊണ്ടുണ്ടോ വെച്ചാൽ വൈറ്റമിൻ ഡി കൂടുതലായാലും ചില പ്രശ്നങ്ങൾ, ചില കാര്യങ്ങൾ ചില ഭാഗത്തു നിന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അളവ് നോക്കിയിട്ട് വേണേൽ കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് സൺ എക്സ്പോഷർ ചെയ്യാം. സമീകൃതമായ ആഹാരം കഴിക്കാം. എല്ലാ ആഹാരങ്ങളും കഴിച്ചാലും വൈറ്റമിൻ ഡി പക്ഷേ ആഹാരത്തിൽ നിന്ന് അധികം കിട്ടില്ല, കൂടുതലും സൺ എക്സ്പോഷർ നിന്നാണ് കിട്ടുക. അപ്പോൾ സൺ എക്സ്പോഷർ നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം ഈ വൈറ്റമിൻ ഡി കുറവ്. എന്നാൽ ഡെഫിഷ്യൻസി ഇല്ലാത്ത ഒരാളിൽ നിങ്ങൾക്ക് ഒരു ഡെഫിഷ്യൻസി ഇല്ല, വൈറ്റമിൻ സി ബി ഡി ഒക്കെ ഭൂരിഭാഗം ആൾക്കാർക്ക് ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. നമ്മൾ അത്യാവശ്യം സാധാരണ ഭക്ഷണമെല്ലാം കഴിക്കുന്ന സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്കൊന്നും ഡെഫിഷ്യൻസി വരേണ്ട കാര്യമില്ല, വേറെ കാര്യപ്പെട്ട അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ. അങ്ങനെ ഒരാൾക്ക് ഈ സിയോ വൈറ്റമിൻ ഡിയോ സിങ്കോ കഴിച്ചതുകൊണ്ട് ഈ രോഗത്തിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള യാതൊരു പഠനവും ഇല്ല. പാലക്കാട് PCR ചെയ്യുന്നത് ഡെയിൻ ഡയഗ്നോസ്റ്റിക്സ് മാത്രമേ ഉള്ളൂ. PCR ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ അത് മാത്രമേ ഉള്ളൂ. കോവിഡ് ചികിത്സ ചെയ്യുന്നതും ആന്റിജൻ ചെയ്യുന്നതൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. കോവിഡ് ചികിത്സ ഇപ്പോൾ തങ്കം ഹോസ്പിറ്റലും വെൽക്കെയർ ഹോസ്പിറ്റലും പാലക്കാട് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ട്. ആന്റിജൻ ടെസ്റ്റ് പല ആശുപത്രികളിലും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല ആശുപത്രികളിലും കാഷ്വാലിറ്റിയിൽ കയറാൻ തന്നെ ആന്റിജൻ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവണതയും കൂടി ഉണ്ട്. അത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അപ്രോപ്രിയേറ്റ് PPE ഉപയോഗിച്ച് അവിടെ നഴ്സുമാരും ഡോക്ടർമാർക്കും ഏത് രോഗിയെയും മാനേജ് ചെയ്യേണ്ടതാണ്. അവിടെയാണ് പലപ്പോഴും ഈ പ്രശ്നം വരുന്നത്. ഈ കോവിഡിന്റെ ഭീതി കാരണം മറ്റ് അസുഖങ്ങളിലെ ആളുകൾക്ക് വേണ്ടത്ര ചികിത്സ കിട്ടാതിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്, സർവ്വസാധാരണമായിട്ടുണ്ട്. ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് മരണങ്ങൾ മറ്റ് അസുഖങ്ങൾക്ക് വേണ്ട ചികിത്സ കിട്ടാതെയുണ്ട്. അത് ശരിയല്ല. അങ്ങനെ ആവശ്യമില്ലാത്ത ഭീതിയാണ് അതിന് കാരണം. കോവിഡ് ടെസ്റ്റ് ചെയ്യാതെ ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും മെഡിക്കൽ ഡോക്ടർമാരും ആശുപത്രികളിൽ തന്നെ പോകുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനു വേണ്ടി സർക്കാരിന് കൃത്യമായിട്ടൊരു മാർഗരേഖ കൊടുക്കേണ്ടതാണ്. സർക്കാരും ഒരുപാട് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ പേടിപ്പിക്കൽ കുറച്ചിട്ട് അപ്രോപ്രിയേറ്റ് PPE ഉപയോഗിച്ചാൽ മതി. അതായത് മുമ്പെല്ലാം ഒരു ആശുപത്രിയിലോ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിലോ ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച എന്താ പറയുക, അടച്ചു പൂജ എന്നൊക്കെ പറയുന്ന മാതിരി അടച്ചിട്ട് ഫ്യൂമിഗേഷനാണ്. ഈ ഫ്യൂമിഗേഷൻ എന്ന് പറഞ്ഞാൽ തീരെ ഗുണമില്ലാത്തൊരു സാധനമാണ്. ഒരാഴ്ചയൊക്കെ അടച്ചിടുക എന്നുള്ള ഒരു പരിപാടിയായിരുന്നു പണ്ട്. അതെല്ലാം ഇപ്പം നിർത്തി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിഡിത്തങ്ങൾ പണ്ട് സർക്കാർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണിത്. അപ്പോൾ കോവിഡ് നെഗറ്റീവ് ഒന്നും ആവേണ്ട കാര്യമില്ല. ഏത് രോഗി ഏത് ആശുപത്രിയിൽ വന്നാലും അവർ സാധാരണ രീതിയിലുള്ള പ്രിക്കോഷൻസ്, ആരിൽ നിന്ന് രോഗം പകരാം എന്നുള്ള പ്രിക്കോഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് അപ്രോപ്രിയേറ്റ് PPE അണിഞ്ഞിട്ടുള്ള ഡോക്ടർമാരും നഴ്സുമാരും എല്ലാ രോഗികളെയും ശുശ്രൂഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും തിരിച്ചുവിടാൻ പാടില്ല. എൻ്റെ ക്ലിനിക്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് എല്ലാവരും ചെയ്യേണ്ടത്. അതിനുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ സർക്കാർ ഇറക്കണം. അല്ലെങ്കിൽ ഒരുപാട് നോൺ കോവിഡ് രോഗികളുടെ ചികിത്സ വൈകാനുള്ള സാധ്യത ധാരാളമുണ്ട്. നമുക്കറിയാം, ഒരു ഗർഭിണിക്ക് ചികിത്സ വൈകിയത് കൊണ്ടാണെന്ന് അറിയില്ല, ഒരു ഇരട്ട കുട്ടികൾ നഷ്ടപ്പെടുത്തിയ ഒരു സംഭവം മഞ്ചേരിയിലുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ചികിത്സ ചെയ്യുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.
കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്ന ഒരാൾ അഡ്മിഷൻ വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്ത ട്രീറ്റ്മെന്റിന് കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഓക്കെ, അത് ശരി, സമ്മതിച്ചു. ഒരു ഔട്ട് പേഷ്യൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡോക്ടർ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഇതിനോ വേണ്ടിയിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് പറയുന്നതിൽ ശരിയല്ല. കോവിഡ് ഒരു അഡ്മിറ്റഡ് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ കോവിഡ് പല രീതിയിലും പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ടും ഇന്ന് കോവിഡ് വ്യാപനം അത്ര രൂക്ഷമായതുകൊണ്ടും ഒരു അഡ്മിറ്റഡ് ചികിത്സ വേണ്ടി വന്ന ഒരാൾ ടെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സാ രീതി മുന്നോട്ട് പോകണം. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ എന്താണെങ്കിലും നമ്മൾക്ക് കോവിഡ് ഇല്ലെങ്കിൽ, കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ഇല്ലെങ്കിൽ കൊടുക്കില്ല എന്നുള്ള രീതിയിലുള്ള ചില ആശുപത്രികളിൽ പോകുന്നതും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പൾമണറി ഫൈബ്രോസിസ് വരും എന്ന് പറയുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയല്ല എന്ന് തന്നെ പറയാം. ഇനി വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് വല്ലതും വരുമെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോഴും പറയാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പൾമണറി ഫൈബ്രോസിസ് ഇത്ര ശതമാനം വലിയ വിഭാഗം ആൾക്കാർക്ക് വരും എന്ന് പറയുന്നത് ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികളുടെ കാര്യമാണ്. കുട്ടികൾക്ക് ഒരു ജലദോഷപ്പനി വന്നു, ഒരാൾക്ക് വന്നു, 3 ദിവസം 4 ദിവസം കഴിഞ്ഞ് വേറെ ആൾക്ക് വന്നു. അപ്പോൾ അതാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രബലമായിട്ടുള്ള ഒരു ഇങ്ങനത്തെ പനി കോവിഡ് പനി തന്നെയാണ്, അതിൽ സംശയമില്ല. അപ്പോൾ ഇതാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ടെസ്റ്റ് ചെയ്യുന്നതാൽ നമുക്കൊരു ഉറപ്പിച്ചിരിക്കാവുന്നതാണ്. അല്ല എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചിരിക്കാവുന്നതാണ് നല്ലത്. അല്ല എന്ന് പറയാം, അല്ലെങ്കിൽ ആണെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. കുട്ടികളുടെ ഒരു പ്രശ്നം, കുട്ടികൾ പലപ്പോഴും ഈ ഗ്രാൻഡ് പാരൻസുമായിട്ട് വളരെ കോണ്ടാക്ട് ഉള്ള ആളുകളായിരിക്കും. ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും പ്രശ്നം, അവർക്കായിരിക്കും പ്രശ്നം. കോമോബിഡിറ്റീസ് ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യവും ഇല്ലെങ്കിൽ കുട്ടികളെ അറ്റ്ലീസ്റ്റ് ഗ്രാൻഡ് പാരൻസിനെങ്കിലും, ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ പാരൻസും വലിയ ഏജ് ഉണ്ടാവില്ല. അപ്പോൾ 50 വയസ്സിന് താഴെ 60 വയസ്സിന് താഴെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തേക്ക് കുട്ടികൾ പോവാതെ നോക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് എൻ്റെ അഭിപ്രായം. ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ ചെയ്ത് തന്നെയാണ് സാധ്യത. പക്ഷേ ഇപ്പോഴുള്ള എല്ലാ ജലദോഷപ്പനിയും കോവിഡൊന്നും അല്ല. ഇപ്പോഴും ഭൂരിഭാഗം ജലദോഷപ്പനികളും കോവിഡ് അല്ലാത്ത പനി തന്നെയാണ്. എങ്കിലും ഒരു 20-30% അല്ലെങ്കിൽ 40% വരുന്നുണ്ടാവും. അത് കോവിഡ് ഏതരവും കോവിഡുമായിട്ടുള്ള പനികൾ നമ്മൾ നോക്കുമ്പോൾ ഒരു 6 കോവിഡ് അല്ലെങ്കിൽ 4 കോവിഡ് ആവാനുള്ള സാധ്യതയുണ്ട് 10 കേസുകളിൽ. ആ രീതിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ ടെസ്റ്റ് തന്നെയാണ് നല്ലത്. സർക്കാർ അനാവശ്യമായി പേടിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചില കാര്യത്തിൽ അനാവശ്യമായി പേടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചില കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെയ്ത്, അതായത് ഡെഡ് ബോഡിയെ പേടിക്കുന്നപ്പോഴും വളരെ വളരെ കാര്യമായിട്ടുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് 3-4 ഡെഡ് ബോഡി ഇതുവരെ ആരും ഒരു ഏറ്റുവാങ്ങാൻ കുടുംബക്കാർ വരാത്ത ഡെഡ് ബോഡികൾ ഇപ്പോഴും 4 ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ പല മോർച്ചറികളിലും അങ്ങനെ ഉണ്ട് എന്ന് കേട്ടു. അതുപോലെ തന്നെ ഇപ്പോൾ ഡെഡ് ബോഡി മറവ് ചെയ്യുന്നത് ഇപ്പോഴും വളരെ ഭയങ്കരമായിട്ടുള്ള ഈ ഭൂതഗണങ്ങളുടെ വേഷം കെട്ടിയിട്ടുള്ള ആളുകളാണ്. അവരുടെ ഒരു കണ്ണുപോലും പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേഷം കെട്ടിയിട്ടുള്ള ആളുകൾ വലിയൊരു കുഴിയിൽ ഇട്ടിട്ട് ഓടി മറിയുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോഴും ഡെഡ് ബോഡി കേരളത്തിലും ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും മറിയുന്നത്. ഡെഡ് ബോഡിയിൽ നിന്ന് ഒരിക്കലും പകരില്ല. അത് ഇപ്പോഴും സർക്കാർ മനസ്സിലാക്കി, അല്ലെങ്കിൽ സർക്കാർ ആ രീതിയിൽ മുന്നോട്ട് പോകാത്തതാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ഡെഡ് ബോഡി മറവ് ചെയ്യുന്ന കാര്യത്തിലുണ്ട്. അത് അങ്ങനെ ഒരു പേടിപ്പിക്കലുണ്ട്. അതുപോലെ തന്നെ ഒരു റൂമിൽ ഇപ്പോൾ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുടെ പോസിറ്റീവായി കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസ് അടച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്ത വരുന്നത് ഭയങ്കര വിഡിതാണ്. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്ക് പോസിറ്റീവ് ആയാൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ക്വാറന്റൈനിൽ പോകണം, അത് ശരിയാണ്. പക്ഷെ ഓഫീസിന് ഒരു പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ആളുകൾ ഉണ്ടാവില്ല, ശരി, വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലെങ്കിൽ ഓഫീസിലല്ല രോഗമാണ് നിൽക്കുന്നത്, മനുഷ്യന്മാരിലാണ്. അതുകൊണ്ട് ആ രീതിയിൽ അങ്ങനെ സ്ഥലങ്ങളെ അല്ലെങ്കിൽ ഒരു വാർഡ് കംപ്ലീറ്റ് അടയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലേക്ക് പോകുന്നതിനെക്കാട്ടിലും ഇൻഡിവിജ്വലിനെ കണ്ടുപിടിച്ച് ഐസൊലേറ്റ് ചെയ്യുക. അതെല്ലാം ഇൻഡിവിജ്വലിനെ കണ്ടുപിടിക്കുക, ടെസ്റ്റ് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യുക. ആ രീതിയിലേക്ക് പോവുകയാണ് നല്ലത്. ഒരിക്കൽ രോഗം വന്നു മാറിയ ആളിൽ നിന്ന് പിന്നീട് എപ്പോഴാണ് രോഗം പകരാനുള്ള സാധ്യത? ഒരിക്കൽ രോഗം വന്നു മാറിയ ഒരാളിൽ നിന്ന് പിന്നെ രോഗം പകരില്ല. എന്നാൽ ചോദ്യം റീഇൻഫെക്ഷൻ ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിലായത്. അതായത് നമ്മൾ രോഗവ്യാപനത്തിന് സമയം രോഗാണു ഉള്ളിൽ കയറി ഒരു പോസിറ്റീവ് ടെസ്റ്റ് കിട്ടുന്ന അന്ന് മുതൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു ഒരാൾക്ക് നമ്മൾ എല്ലാ ദിവസവും ടെസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കും. ഒരാൾ പ്രൈമറി കോണ്ടാക്റ്റ് ആണ്, അയാൾക്ക് എല്ലാ ദിവസവും നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ടെസ്റ്റ് ഫസ്റ്റ് ഡേ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം അന്ന് മുതൽ തന്നെ അയാൾ രോഗവ്യാപനം തുടങ്ങും. അധികവും രോഗലക്ഷണങ്ങൾ തുടങ്ങുന്ന ഏതാനും ദിവസത്തിന് ശേഷമായിരിക്കും. അപ്പോൾ രോഗലക്ഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രോഗവ്യാപനം തുടങ്ങും. അപ്പോൾ രോഗവ്യാപനം തുടങ്ങുന്ന ഏകദേശം ടൈം, ഒരു ആവറേജ് ടൈം 5 ദിവസമാണ്. എന്നാൽ 3 ദിവസം കൊണ്ട് തന്നെ വരാം. നിങ്ങൾക്ക് ഒരാളിൽ നിന്ന് കിട്ടിയാൽ 3 ദിവസം കഴിയുന്നതോടും നിങ്ങളും രോഗവ്യാപനം തുടങ്ങും.
രോഗലക്ഷണം മാറി ഉടനെ തന്നെ നിങ്ങളുടെ രോഗവ്യാപനം ഇല്ലാതെ ആവുകയും ചെയ്യും. രോഗലക്ഷണമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ 10 ദിവസം വരെ രോഗവ്യാപനം ചെയ്യാം രോഗാണു ഉള്ളിൽ കയറിയതിന് ശേഷം. പിന്നീട് രോഗവ്യാപനത്തിന് സാധ്യത ഇല്ല. അല്ലെങ്കിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റിക്ക് ശേഷം 10 ദിവസം ആദ്യമായി ടെസ്റ്റ് പോസിറ്റീവ് ദിവസം 10 ദിവസം വരെ നമുക്ക് രോഗവ്യാപനം ഉണ്ടെന്ന് വിചാരിക്കാം. അതിനുശേഷം സാധ്യതകൾ തീരെ ഇല്ല. റീഇൻഫെക്ഷൻ്റെ കാര്യത്തിൽ ചില കൺഫ്യൂഷൻ ഉണ്ട്. എങ്കിലും കോടിക്കണക്കിന് ആളുകൾക്ക് കോവിഡ് വന്ന് മാറിയിട്ട് നമുക്കിപ്പോൾ റീഇൻഫെക്ഷൻ കൺഫേം ചെയ്ത കേസുകൾ എനിക്ക് തോന്നുന്നത് 12 14 ഒറ്റേ ഉള്ളൂ. 10 12 14 ആയിട്ടുള്ളൂ കൺഫേം ചെയ്ത കേസുകൾ. അതിന് പല കാരണങ്ങളുണ്ട് അവർക്ക് റീഇൻഫെക്ഷൻ ആയത്. പലരിലും തുടക്കത്തിലെ ഇൻഫെക്ഷൻ വളരെ മൈൽഡായിട്ട് അസിംറ്റമാറ്റിക് ആയിട്ട് പോയ ആളുകളാണ്. അതിൽ കൂടുതൽ പഠനങ്ങൾ വരുന്നുണ്ട്. വളരെ അസിംറ്റമാറ്റിക് ആയിട്ട് ഒരു രോഗലക്ഷണം കാണിക്കാതെ വന്നു പോയ ആളുകൾക്ക് ചെറിയൊരു സാധ്യത വീണ്ടും വരാനുണ്ട് എന്നുള്ള ഒരു ചില പഠനങ്ങൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനായിട്ടില്ല. എങ്കിലും അതിൻ്റെ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇത് ഉണ്ടായിട്ടുള്ളൂ. അത് അത്ര റിലവൻ്റ് അല്ല എന്ന് പറയുമ്പോൾ ഈ എപ്പിഡമിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ പാൻഡമിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഒരു റെലവൻസ് ഇല്ല. അത് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. അത് ഒരിക്കലും പിന്നെയും വലിയൊരു രോഗവ്യാപനം 3ാമത്തെ വേവോ 4ാമത്തെ വേവിലേക്കോ പോകാനുള്ള രീതിയിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോഴത്തെ ശാസ്ത്രത്തിൻ്റെ അഭിപ്രായം. എപ്പോഴും നമ്മുടെ 2 കൈയോ അല്ലെങ്കിൽ ഈ കൈ വിരലല്ല, ഒരു 20-ന് താഴെയാണ് ഇപ്പോൾ റീഇൻഫെക്ഷൻ കൺഫേം ചെയ്തിട്ടുള്ളത്. നമുക്ക് കൂടുതൽ പഠനങ്ങൾ വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവരിലെല്ലാം തന്നെ ആദ്യത്തെ ഇൻഫെക്ഷൻസ് വളരെ മൈൽഡായിട്ട് വന്ന ആളുകളാണ്. 2ാമത്തെ ഇൻഫെക്ഷനിൽ കുറച്ചുകൂടി സിംറ്റംസ് ഉണ്ടായിരുന്നു. എങ്കിലും അതും വളരെ പെട്ടെന്ന് മാറുകയും ചെയ്ത ആളുകളാണ്. അപ്പോൾ വീണ്ടും കൺക്ലൂഡ് ചെയ്യുമ്പോൾ കേരളത്തിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റിലും ഒരുപാട് പേര് പോസിറ്റീവായ ആളുകൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഉണ്ടാവാൻ ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഈ ബ്രേക്ക് ദ ചെയിൻ പ്രോട്ടോക്കോൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. സാമൂഹ്യ അകലം പാലിക്കുകയും സാമൂഹ്യ അകലം എന്ന് പറയുന്നതിനെക്കാട്ടും ശാരീരിക അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും നമ്മുടെ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ ആവശ്യത്തിന് കഴുകുകയും നിങ്ങളുടെ കൈ ഒരിക്കലും നിങ്ങളുടെ മുഖത്ത് പോവാതെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒപ്പം തന്നെ രോഗലക്ഷണം കാണുകയാണെങ്കിൽ ടെസ്റ്റ് ചെയ്യുകയാണ് നല്ലത്. ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ടെസ്റ്റിനെ പേടിക്കേണ്ട. പോസിറ്റീവായാൽ നിങ്ങൾ ഉടനെ തന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടിടില്ല, അല്ലെങ്കിൽ ഐസൊലേഷനിൽ കൊണ്ടിടില്ല. തീരെ സൗകര്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടിടുന്നു എന്നൊക്കെയുള്ള പേടികൾ പലർക്കും ഉണ്ട്. അതിൻ്റെ സാധ്യതയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും ഹോം ഐസൊലേഷൻ സാഹചര്യമുണ്ട്. എന്നാൽ ധാരാളം കോമോബിഡിറ്റീസ് ഉള്ള ആളുകൾ അവർ ശ്രദ്ധിക്കണം. അവർ ഡോക്ടറുടെ കെയറിൽ തന്നെ ഇരിക്കുകയാണ് നല്ലത്. അതിന് സർക്കാർ മേഖലയിൽ ധാരാളം സൗകര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. സ്വകാര്യ മേഖലയിലും സൗകര്യങ്ങളുണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം. അത് പോയിട്ട് അതിനുള്ള ചികിത്സ എടുത്താൽ ഒരു നമ്മൾ മുമ്പ് പറഞ്ഞ 5% 10% ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പക്ഷെ അവരെ നമ്മൾ ശ്രദ്ധിക്കണം. മരണങ്ങൾ നമുക്ക് ഇല്ലാതെയാക്കണം, മരണങ്ങളെ കുറയ്ക്കണം. അതിനുവേണ്ടി മറ്റു കോമോബിഡിറ്റീസ് ഉള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആളുകൾ കാര്യമായൊരു വിശ്രമം തന്നെ എടുക്കുകയാണ് നല്ലത്. അവരുടെ രോഗലക്ഷണം കംപ്ലീറ്റ് മാറുന്നത് വരെ അവർ രോഗവ്യാപനം തടയാനത് സഹായിക്കും. അവരുടെ ആരോഗ്യം മെച്ചപ്പെടാനും അവർക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കാനത് സഹായിക്കും. അപ്പോൾ പോസിറ്റീവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കാര്യമായൊരു വിശ്രമത്തിലേക്ക് തന്നെ പോവുക. ക്വാറന്റൈൻ സർക്കാർ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. പക്ഷെ ഭാവിയിൽ എനിക്ക് തോന്നുന്നു സർക്കാർ ക്വാറന്റൈൻ നിയമം ലഘൂകരിക്കാൻ സാധ്യതയുണ്ട്. ലഘൂകരിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു അനന്തമായിട്ട് എല്ലാവരും എല്ലാ സമയത്തും ഓരോ പ്രാവശ്യം ഓരോ ആൾ പോസിറ്റീവ് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് അനന്തമായിട്ട് ഇങ്ങനെ ക്വാറന്റൈനിലേക്ക് നമുക്ക് കഴിക്കാം. നമ്മുടെ സാമ്പത്തിക സ്ഥിതി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ടെസ്റ്റുകൾ ചെയ്യുകയും ക്വാറന്റൈൻ്റെ പീരീഡ് കുറയ്ക്കുകയും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഭാവിയിൽ സർക്കാർ. അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിൽ ഒക്ടോബർ പകുതിയിൽ പീക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മളൊരു ഇന്നത്തെ കണക്കൂട്ടൽ. പീക്ക് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇപ്പോൾ 9,000-ൽ നിന്ന് 10,000 12,000 1000 അത് വേണേൽ വരാം. ടെസ്റ്റിന് നമ്പർ അനുസരിച്ച് 12,000 13,000 14 വരെയൊക്കെ വേണേൽ വരാം. അതിലധികം വരാൻ സാധ്യതയില്ല. ഒക്ടോബർ അവസാനം ആകുമ്പോഴേക്ക് നമ്മൾ കുറച്ച് താഴോട്ടേക്ക് വരുന്ന സ്ഥിതിയായിരിക്കും. പക്ഷെ ആ താഴോട്ടുള്ള വരവ് പിന്നെയും ഏതാനും മാസങ്ങൾ കൂടി ഉണ്ടാവാനാണ് സാധ്യത. വളരെ സ്ലോ ആയിട്ടുള്ള ഡിസെൻഡ് ആവാനാണ് സാധ്യത. അതായത് ഇപ്പോഴത്തെ 4,000 5,000 എന്നൊക്കെ പറഞ്ഞ കേസുകൾ നവംബറിലും ചിലപ്പോൾ ഡിസംബറിലും ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ ഡിസംബർ ആകുമ്പോഴേക്കും 3,000 ആവുകയാണെങ്കിൽ നല്ലത്. വിന്റർ മാസങ്ങളിൽ ഒരു സെക്കൻഡ് വേവ് ഉണ്ടാവാം എന്ന് പലരും പറയുന്നുണ്ട്. കേരളത്തിലെ കാര്യത്തിൽ വിന്റർ എന്നുള്ള സംഭവം ഇല്ലാത്തത് കൊണ്ട്
ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. എന്നാൽ വടക്കേ ഇന്ത്യയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഡിസംബർ ജനുവരിയിൽ വീണ്ടും ഒരു സർജം. എന്താ വെച്ചാൽ അവിടത്തേക്ക് നമ്പർ ഓഫ് പേഷ്യൻസ് വളരെ കുറവാണ് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അവിടെയെല്ലാം വീണ്ടും വരാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ പക്ഷേ ആ ഒരു പീക്ക് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും കുറഞ്ഞ് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ മറ്റു ചിലർ പറയുന്നത് അത് ശരിയല്ല, അത്ര വേണം പീക്ക് ചെയ്യില്ല, പീക്ക് ചെയ്യുന്നത് നവംബർ അവസാനമൊക്കെ ആയിരിക്കും, അതിനുശേഷമേ കുറയുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. ഇത് നേരിട്ട് കണ്ടറിയാം. എങ്കിലും പൊതുവെ പറഞ്ഞാൽ ഇതിന് മരണനിരക്ക് കുറവാണ്. സർക്കാർ ഒരുപാട് മരണങ്ങൾ ഒളിക്കുന്നുണ്ടെങ്കിലും വലിയൊരു രീതിയിലേക്ക് മരണനിരക്ക് വരുന്നില്ല. കോമോബിഡിറ്റീസിലെ ആളുകൾ ശ്രദ്ധിക്കുക, അവർ ഷുഗറും ബിപിയും കൊളസ്ട്രോളും എല്ലാം വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് വയ്ക്കുക, അവരുടെ മരുന്നുകളെല്ലാം കൃത്യമായിട്ട് കഴിക്കുക. ആവശ്യത്തിന് നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോമോഡിറ്റീസുള്ള ആളുകൾ ആശുപത്രി വാസം ചിലർക്ക് അവർക്ക് വേണ്ടി വരാം. ആശുപത്രി വാസം എന്ന് പറഞ്ഞാൽ ചെറിയ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രം മതിയാവും, കാര്യമായ വലിയ ചികിത്സയുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ആ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോകേണ്ടി വരും. ധൈര്യമായിട്ട് പോയി ഒരു വലിയ വിഭാഗം ആൾക്കാരെ നമുക്കറിയാലോ, റിക്കവറി നമ്പർ എപ്പോഴും 3000, 4000, 5000 ദിവസം റിക്കവറി വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മെച്ചപ്പെട്ട ആൾക്കാർ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല, ആശുപത്രിയിൽ പോകാനും പേടിക്കേണ്ട കാര്യമില്ല. ഇത്രയും പറഞ്ഞ് ഞാൻ വേറെ ചോദ്യങ്ങൾ ലാസ്റ്റിലൊന്നും കാണാത്തതുകൊണ്ട് അവസാനം